യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡുവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക ചിന്തകൾ നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുവാൻ തുടങ്ങിയത് എഫീസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വേദഭാഗമായിരുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് 11-ാമത്തെ വാക്യമായിരുന്നു. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ എന്നുള്ളത്. പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിശാചിന്റെ തന്ത്രങ്ങൾ, ദ സ്കീംസ്, പിശാചിന്റെ തന്ത്രങ്ങൾ. എപ്പോഴും പിശാച് നമുക്കെതിരെ തന്ത്രങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം, എന്തുകൊണ്ടാണ് പിശാച് എനിക്കെതിരെ ശത്രുവായിരിക്കുന്നത്? ഞാൻ ഒരു ദ്രോഹവും പിശാചിനെതിരായിട്ട് ചെയ്യുന്നില്ലല്ലോ, പിന്നെന്തിനാണ് പിശാച് എനിക്കെതിരെ കടന്നു വരുന്നത്? പിശാചിന് നമ്മോടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നിൽക്കുന്നതായ പൊസിഷനാണ്, നമ്മളെ ദൈവം നിർത്തിയതായ സ്ഥാനമാണ്. ആ സ്ഥാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച് ദൈവത്തിന്റെ വചനങ്ങളെ നമ്മൾ പാലിച്ച് മുന്നേറുന്നത് ഒരിക്കലും പിശാചിന് ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം അത് അവന്റെ പദ്ധതികളെ ഇല്ലായ്മ ചെയ്യും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവൻ ചെലുത്തുന്നതായ അവന്റെ പദ്ധതികളെ നമ്മൾ തകർത്ത് കളയും എന്നുള്ളതായ വലിയ ഒരു ഭീഷണി പിശാചിന്റെ മുമ്പിൽ ഉള്ളത് കൊണ്ട് പിശാച് വെറുതെ ഇരിക്കുന്നവർ എന്ന് തോന്നുന്നതായ ആളുകൾക്കെതിരെ പോലും അവൻ അവന്റെ പദ്ധതികൾ ആലോചിക്കും. പ്രത്യേകിച്ച് ഒരു വ്യക്തി ദൈവപൈതലായി തീരുമ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കെതിരെ പിശാച് അവന്റെ തന്ത്രങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ തന്ത്രങ്ങൾ നമുക്കെതിരെ കടന്നു വരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് അവനോടൊരു ഫൈറ്റിങ്, യുദ്ധം അല്ലെങ്കിൽ പോരാട്ടം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ് ഒരു വാണിംഗ് ആയിട്ട്, മുന്നറിയിപ്പായിട്ട് നമുക്ക് നൽകുകയാണ്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആയുധങ്ങളല്ല വേണ്ടത്. കാരണം ഇതൊരു സ്പിരിച്വൽ വാർഫെയർ ആണ്, ഇതൊരു ആത്മീക യുദ്ധമാണ്. ആ ആത്മീയ യുദ്ധത്തിൽ നമ്മൾ നമ്മളുടെ ഭൗതിക ആയുധങ്ങൾ കൊണ്ട് നേരിടുവാൻ ശ്രമിച്ചാൽ നമ്മൾ അവിടെ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മുടെ ശത്രുവിനെ യഥാർത്ഥമായും അറിയുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, അങ്ങനെ നമ്മൾ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം എന്നുള്ളത്. കാരണം നമ്മുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സർവായുധ വർഗമാണെന്ന് ദൈവം നമ്മോട് വ്യക്തമായി പറയുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച വേദഭാഗം യെശയ്യാപ്രവചനത്തിൽ നിന്ന് ഇപ്രകാരം വായിച്ചല്ലോ, ദൈവം ഇതേ സർവായുധ വർഗം തന്നെ ധരിച്ചവനായി നമുക്ക് വായിപ്പാനിടയായി തീർന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം കേട്ട സന്ദേശം പോലെ ഈ ദൈവത്തിന്റെ സർവായുധ വർഗം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ പിശാചിന്റെ തന്ത്രങ്ങളെ നമുക്ക് ജയിപ്പാൻ കഴിയത്തുള്ളൂ. നമ്മളെ ഓരോരുത്തരും ദൈവം വിളിച്ചത് അതിനുവേണ്ടിയാണ്. ഇങ്ങനെയുള്ള പിശാചിന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ 12-ാം വാക്യമാണ്. നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. നോക്കണേ, നമ്മുടെ പോരാട്ടത്തെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. എന്തുകൊണ്ട് നമുക്ക് പോരാട്ടം ഉണ്ടാകുന്നു? അതിന്റെ മറുപടിയാണ് ഇന്നലെ നമ്മൾ കേട്ടത്. പിശാച് നമുക്കെതിരെ യുദ്ധം ചെയ്യുന്നു, പിശാച് നമുക്കെതിരെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. എന്തിനു വേണ്ടി? നാം ആയിരിക്കുന്ന ആ സ്ഥാനത്തൊന്നും നമ്മളെ തള്ളിത്താഴിയിടുവാനാണ് പിശാച് എപ്പോഴും പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ഒരു ആത്മീകമായ പോരാട്ടമുണ്ട്. പല ആളുകളും ഇങ്ങനെയുള്ള ആത്മീക പോരാട്ടങ്ങളിൽ അല്ലെങ്കിൽ ആത്മീകമായ യുദ്ധങ്ങളിൽ ഏർപ്പെടുവാൻ മനസ്സില്ലാത്തവരായ ആളുകളുണ്ട്. അവരെന്താ ചെയ്യുന്നത്? യുദ്ധം ചെയ്യാൻ കടന്നു വരുന്നതായ, തന്ത്രങ്ങൾ ആലോചിച്ച് നമുക്കെതിരെ കടന്നു വരുന്നതായ പിശാചിനോട് നമ്മൾ ഒത്തുതീർപ്പിന് കടന്നു പോകും. എന്നാൽ ദൈവവചനപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരിക്കലും പിശാചിന്റെ ഈ തന്ത്രങ്ങളിൽ വീഴുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അവനെപ്പോഴും ദൈവസാന്നിധ്യം ആവശ്യമാണ്. അവനെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് സംസാരിക്കുവാനും ദൈവം പറയുന്നത് കേൾക്കുവാനും അനുസരിക്കുവാനും, ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ കർത്താവിന്റെ സുവിശേഷ വേലയാണെങ്കിൽ അത്
എപ്പോഴും മുടങ്ങാതെ ചെയ്യുവാനും നമ്മൾ വളരെയധികം ശ്രദ്ധാലുവായിരിക്കും. എന്നാൽ പിശാച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഇങ്ങനെയൊന്നും പോകാൻ പാടില്ല, ഈ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് അപ്രകാരം ആഗ്രഹിക്കുന്നവരായ, അതായത് കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരായ ആളുകൾ, അവർ എപ്പോഴും ഈ യുദ്ധമേഖലയിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ട് വരും. ഈ ഭാഗങ്ങളിലൊന്നും അപ്പോസ്തലൻ പൗലോസ് ഒരു യുദ്ധത്തിലേക്ക് നമ്മളെ വലിച്ചിറക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഈ യുദ്ധത്തിൽ നമ്മൾ ചില ആത്മീക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടുത്തെ ആത്മീയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്? ഒന്നാമത്, നമുക്ക് പോരാട്ടമുള്ളത് ഈ ജഡരക്തങ്ങളോടല്ല. ഇത് വലിയൊരു ആത്മീയ യാഥാർത്ഥ്യമാണ്. കാരണം പല ആളുകളും ഈ ആത്മീകമായ പോരാട്ടത്തിൽ, ഈ യുദ്ധത്തിൽ, അവർ ആരോടാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ള വ്യക്തമായ ധാരണ അവർക്കില്ല. ഇവിടെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറയുമ്പോൾ പല ആളുകളും തങ്ങൾ യുദ്ധം ചെയ്യുന്നത് ജഡരക്തങ്ങളോടാണ് എന്നുള്ള നിർഭാഗ്യാവസ്ഥയാണ് അപ്പോസ്തലൻ പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ജഡരക്തങ്ങൾ എന്ന് പറഞ്ഞാൽ? ജഡരക്തങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മളോടുകൂടെ എപ്പോഴുമുള്ളവർ, നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്നവരായ ആളുകൾ, നമ്മോടുകൂടെ ആത്മീയമായ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നവരായ ആളുകൾ. ഇവരിലൂടെയാണ് പിശാച് പലപ്പോഴും നമ്മളിൽ പ്രവർത്തിക്കുന്നത്. നമുക്ക് ഏദൻ തോട്ടത്തിൽ ഈ ഒരു പിശാചിന്റെ തന്ത്രം കാണുവാൻ കഴിയുന്നുണ്ട്. ഹവ്വയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജീവികളിൽ ഒന്നായിരുന്നു പാമ്പെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പിശാച് പാമ്പെന്ന ആ ജീവിയിലൂടെ ഹവ്വയോട് സംസാരിച്ചു. എന്താണ് സംസാരിക്കുന്നത്? അവൻ പറയുന്നത് ദൈവവചനം ലംഘിക്കുവാൻ. ദൈവം എന്തു പറഞ്ഞോ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പിശാച് ഈ പാമ്പിലൂടെ ഹവ്വയോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഹവ്വ എന്ത് വിശ്വസിക്കുന്നു, അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ ആ ജീവി പറയുന്നത് ഹവ്വ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആദം ആരെയായിരിക്കാം കൂടുതൽ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും ആദം ഏറ്റവും അധികം പ്രിയപ്പെടുന്നത് അവന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസമായ ഹവ്വയാണ്. അതുകൊണ്ട് തന്നെ ഹവ്വ പറഞ്ഞത് അതേപോലെ തന്നെ ആദമും വിശ്വസിച്ചു. ഹവ്വ പറഞ്ഞതും സാത്താൻ പാമ്പിലൂടെ പറഞ്ഞതായ കാര്യങ്ങളും എല്ലാം തന്നെ ദൈവവചനം ലംഘിക്കുവാനാണ്. ഇന്നും പിശാച് അതാണ് ചെയ്യുന്നത്. ഇന്ന് പിശാച് നമുക്ക് ഏറ്റവും പ്രിയമുള്ളവരിലൂടെ നമ്മളോട് പറയുന്നത് നീ ദൈവവചനം ലംഘിക്കുക. ഒരുപക്ഷെ നമുക്ക് പ്രിയമുള്ള ആളുകൾ നമ്മളോട് സംസാരിക്കുന്നില്ലായിരിക്കാം. അവരുടെ ജീവിത രീതികൾ, അവരുടെ പെരുമാറ്റങ്ങൾ നമ്മെ പ്രകോപിപ്പിക്കുവാനും ഒരുപക്ഷെ അതിനാൽ സ്വാധീനപ്പെട്ട് നമ്മൾ ദൈവവചനത്തിന് നേരെ വിപരീതം നിൽക്കുവാനും നമുക്ക് പ്രേരണ ഉണ്ടാകും. ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം കുറയുന്നതിന് നമുക്ക് കാരണമായി തീരും. ഇതെല്ലാം പിശാചിന്റെ തന്ത്രങ്ങളിൽപ്പെട്ടതായ കാര്യമാണ്. അതുകൊണ്ട് ഇന്നിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ സമശിഷ്ടങ്ങളല്ല നിങ്ങളുടെ ശത്രുക്കൾ എന്ന് പറയുന്നത്, മറിച്ച് അവരിലൂടെ വ്യാപരിക്കുന്നതായ സാത്താന്യ ശക്തിയാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ മറ്റൊരു യാഥാർത്ഥ്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പോലും ഒരുപക്ഷെ സാത്താനാൽ ഉപയോഗിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് വളരെ ജാഗ്രതയോടുകൂടെ നാം ആയിരിക്കണം. അതുകൊണ്ടാണ് ഒരു ദൈവപൈതൽ എപ്പോഴും ദൈവസന്നിധിയിൽ കടന്നു വരണമെന്നും അവന്റെ പാപങ്ങളെ ഏറ്റുപറയണമെന്നും ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണമെന്നും ജീവിത വിശുദ്ധിയിൽ സൂക്ഷിക്കപ്പെടണമെന്നും ഒക്കെ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം സാത്താൻ ആരെ വേണമെങ്കിലും വശീകരിക്കാം. എത്രയോ പേരെ സാത്താൻ വശീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അതുകൊണ്ട് പലപ്പോഴും പിശാച് വിജയിക്കുന്ന എവിടെയാണെന്നറിയാമോ? നമ്മൾ നമ്മളുടെ ജഡരക്തങ്ങളെ ശത്രുക്കളായി കാണുമ്പോൾ, നമ്മുടെ പ്രിയമുള്ളവരെ ശത്രുക്കളായി കാണുമ്പോൾ, അവരുടെ പരിഹാസം ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നു അത് അവരുടെ തന്നെ തെറ്റാണ്, ഞാൻ അതുകൊണ്ട് പ്രതികാരം ചെയ്യും. അവർ എനിക്കെതിരെ ഏഷ്യണ്ട് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു അവർ എനിക്കായി തിരിയുന്നു. നോ, അങ്ങനെയല്ല. മറിച്ച് അവരിലൂടെ പിശാചാണ് നമുക്കെതിരെ പോരാടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആത്മീയ യാഥാർത്ഥ്യം എന്താണ്? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മറിച്ച് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാന്മ സേനയോടും അത്രേ.
ചില വേദഭാഗങ്ങൾ നമ്മൾ ഇത് സംബന്ധിച്ചെന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 2 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം: ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. നോക്കണേ, വളരെ വ്യക്തമായി ഇവിടെ പറയുന്നു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നു. യെസ്, ഞങ്ങൾ അങ്ങനെയാണ് പോകുന്നത്, അങ്ങനെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്, അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. മറിച്ച് ജഡപ്രകാരം പോരാടുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പോരാട്ടം ജഡീകങ്ങളല്ല, ഞങ്ങളുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല. മറിച്ച് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ അവ ആത്മീകങ്ങളാണ്. അതൊരിക്കലും ജഡീകങ്ങളല്ല. അത് കോട്ടകളെ ഇടിപ്പാൻ, സ്ട്രോ ഹോൾസിനെ നശിപ്പിക്കുവാൻ, താഴെയിടുവാൻ, തകർക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അതിന്റെ അർത്ഥം ആത്മീയമായ ആയുധങ്ങളാണ് ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ പോരാട്ടം ആത്മീകമായ പോരാട്ടമാണ്. ഈ സമയം എന്റെ ഹൃദയത്തിലേക്ക് വരുന്നതായ ചിന്ത, യെരിഹോ കോട്ടയ്ക്ക് മുമ്പിൽ ഇസ്രായേൽ ജനം കടന്നു വന്നതാണ്. നമ്മൾ അതിനെ പൊളിറ്റിക്കലായിട്ട് കാണുവാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, യെസ്, ആ കോട്ട നമുക്ക് നേരിടുവാൻ കഴിയത്തില്ല. കാരണം 7 രഥങ്ങൾക്ക് ഒരേ ദിശയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന അത്രമാത്രം വീതി ആ കോട്ടയ്ക്കുണ്ട്. ആ കോട്ടയുടെ ഉള്ളിൽ മനോഹരമായ, വളരെ സാമ്പത്തികമായി ശ്രേഷ്ഠതയുള്ളതായ യെരിഹോ പട്ടണം സ്ഥിതി ചെയ്യുന്നു. നമ്മൾ ചിന്തിക്കുന്നു ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ്. പക്ഷെ ദൈവം പറയുന്നു, ഇറ്റ് ഇസ് നോട്ട് എ പൊളിറ്റിക്കൽ ഫൈറ്റ്, ബട്ട് ഇറ്റ് ഈസ് എ സ്പിരിച്വൽ വാർഫെയർ. ഇതൊരു ആത്മീയ യുദ്ധമാണ്. ഏതൊരു രാഷ്ട്രമാണെങ്കിലും ഈ ഒരു വിഷയത്തിന് മുമ്പിൽ വന്നാൽ അവർ പൊളിറ്റിക്കലായിട്ട് മാത്രമേ ആ വിഷയത്തെ നേരിടുകയുള്ളൂ. പക്ഷെ ദൈവം യോശുവയോട് പറയുന്നത്, നിങ്ങൾ ഇതിനെ ആത്മീയമായി നേരിടണം. അതിനുവേണ്ടി ദൈവം യോശുവയോട് പറയുന്നു, നീ ജനത്തെ വിശുദ്ധീകരിക്കണം. അതേപോലെ തന്നെ യോശുവയിലൂടെ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഈ കോട്ടയ്ക്ക് ചുറ്റും ഓരോ ദിവസവും ചുറ്റി, 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റി, 7-ാമത്തെ പ്രാവശ്യം കാഹളം ഊതണം. നോക്കണേ, ഇതെല്ലാം സ്പിരിച്വൽ വാർഫെയർ ആണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ചോദ്യം ഇതായിരിക്കാം, ഇങ്ങനെ നമ്മൾ ചെയ്താൽ, ഇങ്ങനെ ആത്മീയമായ ഒരു കാര്യം ചെയ്താൽ ഈ ഭൗതികമായ കോട്ടയ്ക്ക് എന്ത് വ്യത്യാസം വരുത്തുവാൻ സാധിക്കും? അതെ, ദൈവം ഒരു കാര്യം വെറുതെ പറയുന്നില്ല. ആത്മീയമായ കാര്യങ്ങൾ നമ്മൾ ദൈവം പറയുന്ന പോലെ ചെയ്താൽ നമ്മുടെ ഭൗതിക മണ്ഡലത്തിലും അതിന്റെ എല്ലാം വ്യത്യാസം നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് യെരിഹോ കോട്ടയുടെ ആ നാശം എന്ന് പറയുന്നത്. അതിന് ദൈവം തന്റെ ജനത്തോട് ആവശ്യപ്പെട്ടത് ഒരു ആത്മീകമായ പോരാട്ടമായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏതായാലും നമുക്ക് പോരാട്ടമുണ്ട്, യുദ്ധമുണ്ട്. കാരണം പിശാച് നമുക്കെതിരെ അവന്റെ സ്കീംസുമായിട്ട്, പദ്ധതികളുമായി കടന്നു വരികയാണ്. പക്ഷെ അതിന്റെ നടുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആയുധം എന്ന് പറയേണ്ടത് ആത്മീകങ്ങളായിരിക്കണം. ഇത് മനസ്സിലാക്കുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രശ്നങ്ങളുടെ നടുവിൽ പോലും നമ്മൾ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് നമ്മളുടെ ചിന്തകൾ നമ്മൾ ഉയർത്തുമ്പോൾ, ദൈവത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനും അതിനനുസരിച്ച് ആത്മീയമായ ആയുധങ്ങൾ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. ആ ആത്മീയ ആയുധങ്ങളെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ മുമ്പോട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ ശത്രുവിനെയും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഉത്തമമായ ബോധ്യമുണ്ട്, നമ്മുടെ ശത്രു സാത്താനാണ്. പക്ഷെ പല കാര്യങ്ങൾ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങൾ നമ്മൾ അതുമായിട്ടുള്ള ചിന്തകളിലൂടെയായിരിക്കാം കടന്നു പോകുന്നത്. പക്ഷെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കട്ടെ. നമ്മുടെ യഥാർത്ഥ ശത്രു ആരാണ്? ഒരിക്കലും ജഡരക്തങ്ങളല്ല. നിങ്ങളുടെ സഹോദരങ്ങളോ, നിങ്ങളുടെ മാതാപിതാക്കളോ, നിങ്ങളുടെ അയൽവക്കാരോ, നിങ്ങളുടെ സമൂഹത്തിലുള്ള ആളുകളല്ല നിങ്ങളുടെ ശത്രുക്കൾ. മറിച്ച് അവരുടെ പുറകിൽ വ്യാപരിക്കുന്നതായ ഒരു പിശാചുണ്ട്. അതെ, പാമ്പിന്റെ പുറകിൽ വ്യാപരിച്ചത് സാത്താനായിരുന്നെങ്കിൽ, ഹവ്വയുടെ പുറകിൽ വ്യാപരിച്ചത് സാത്താനായിരുന്നെങ്കിൽ, അതെ, നമ്മുടെ പ്രിയമുള്ളവരുടെ പുറകിലും പിശാച് വ്യാപരിക്കാം. പക്ഷെ എന്നതുകൊണ്ട് അവർ നമ്മളുടെ ശത്രുക്കളല്ല. മറിച്ച് നമ്മുടെ ശത്രു എന്ന് പറയുന്നത് സാത്താനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത് തിരിച്ചറിഞ്ഞ് ആത്മീയമായ ആ ആയുധങ്ങൾ ഉപയോഗിക്കുക വഴി നമുക്ക് ജയം പ്രാപിക്കാൻ സാധിക്കും. അതിനായിട്ടുള്ള ഒരു സമർപ്പണം ഇന്ന് ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ,
ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ആത്മീയമായ യുദ്ധങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഉപദേശം ദൈവവചനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് യുദ്ധമുണ്ട് എന്നുള്ളത് വളരെ ഉറപ്പായിട്ടുള്ള സംഗതിയാണ്. പക്ഷേ അതേസമയം തന്നെ ഞങ്ങളുടെ ആ പോരാട്ടം ആരോടാണ് എന്നുള്ളത് വ്യക്തമായിട്ടും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനും ഞങ്ങളേവരെയും അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ.